അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഇഷി സമ്മിറ്റിൻ്റെ ആദരണീയ അധ്യക്ഷ MGMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട് അടക്കമുള്ള MGMൻ്റെ സംസ്ഥാന സാരഥികളെ, നേതാക്കളെ, MGM സ്റ്റുഡൻസ് വിങ് സംസ്ഥാന പ്രസിഡന്റ് ഫാത്തിമ ഷിഫ അടക്കമുള്ള MGMൻ്റെ സ്റ്റുഡൻസ് വിങ് സാരഥികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ ഷീ സമ്മിറ്റിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള, വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരിമാരെ, മക്കളെ, മാതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥ, നീ നമ്മെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, രാവിലെ മുതൽ നാം കേട്ട ഓരോ കാര്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെച്ച് നാളെ പരലോകത്ത് യഥാർത്ഥ വിജയികളാകാൻ അള്ളാഹു നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെൻറ്റ് എന്ന ഒരു വനിതാ വിങ്ങാണ്. ആ വനിതാ വിങ്ങിൻ്റെ കൂടെയുള്ള ഒരു വിദ്യാർത്ഥിനി വിങ്ങുമാണ് ഈ ഒരു ഷീ സമ്മിറ്റ് എന്ന ഈ ഒരു മഹാസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് രാവിലെ മുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 1987 MGM എന്ന പേരിൽ ഒരു വനിതാ സംഘടന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ, അഥവാ കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ പോഷക സംഘടനയായിക്കൊണ്ട് ഒരു വനിതാ വിങ് രൂപം കൊണ്ടത് എന്ന് രാവിലെ മുതലുള്ള ഓരോരാളുകളുടെ സംസാരത്തിൽ നിന്നും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം 37 വർഷമായി MGM നിലവിൽ വന്നിട്ട് എന്നതാണ് നമുക്ക് മനസ്സിലായത്. കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ KNMൻ്റെ പോഷക സംഘടനയായിക്കൊണ്ടാണ് MGM പ്രവർത്തിച്ചു വരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. നമുക്കറിയാം, കാലാകാലങ്ങളിൽ അള്ളാഹു പ്രവാചകന്മാരെ നിയമിക്കാറുണ്ടായിരുന്നു എന്ന്. അങ്ങനെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ദൗത്യം പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും കയ്യിലായിരുന്നു. അങ്ങനെയുള്ള പണ്ഡിതന്മാരും നേതാക്കളും, അഥവാ ഇസ്ലാഹി പ്രസ്ഥാനം കാലത്തിൻ്റെ മുന്നേ നടന്ന പ്രസ്ഥാനമായിക്കൊണ്ട് ഇന്ന് 37 വർഷം പിന്നിട്ടിട്ട് MGM ഇവിടെ എത്തി നിൽക്കുമ്പോൾ 1987 MGMന് രൂപം കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു വനിതാ സംഘടന ഉണ്ടായില്ല എന്നതാണ് പ്രിയമുള്ളവരെ നാം ഏവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു വനിതാ സംഘടനയാണ് MGM എന്നതും നമ്മൾ മനസ്സിലാക്കുക. ഇനി MGMൻ്റെ ലക്ഷ്യം, അതും രാവിലെ മുതലുള്ള ഓരോ ക്ലാസ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ അടിവരയിടുകയാണ്. വനിതകൾക്കിടയിൽ, ഒന്നുകൂടി പറയുകയാണ് എങ്കിൽ, മുസ്ലിം വനിതകളുടെ വളർച്ചയും പുരോഗതിയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ തന്നതായ രൂപം എന്താണോ അത് വളരെ കൃത്യമായി സമൂഹത്തിലുള്ള സ്ത്രീകളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും, അതോടൊപ്പം ഫെമിനിസം പോലുള്ള ഏതൊരു വിഷയത്തിൽ നിന്നും എന്താണ് യഥാർത്ഥമായത്, ഏതാണ് ശരിയായത് എന്ന് വളരെ കൃത്യമായി നന്മയും തിന്മയും പരസ്പരം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് പ്രിയമുള്ളവരെ MGMൻ്റെ ലക്ഷ്യം എന്നതാണ്. ഈ ലക്ഷ്യമിട്ടുകൊണ്ട് നാം പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നമുക്ക് നന്നാവാനും, നമുക്കേവർക്കും സ്വയം നന്നാകുവാനും, മറ്റുള്ളവരെ നന്നാക്കുവാനും, അതുവഴി ഏറ്റവും നല്ല ഒരു ഉത്തമ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനും MGMന് സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു
ഭാഗ്യമാണിത്, വലിയൊരു ഭാഗ്യമാണിത്. ഇത് നമ്മുടെ സൗഭാഗ്യമാണ്. ഇത് നമുക്ക് പടച്ചിറപ്പ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇതിൽ നാം ഓരോരുത്തരും സംതൃപ്തിയുള്ളവരാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിലൂടെ നമുക്ക് സ്വർഗത്തിന് അവകാശികളാകാൻ സാധിക്കും എന്നതും പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നമ്മളിൽ ഓരോരുത്തരിലും അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം അത് വളരെ വലുതാണ് എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മളല്ലാതെ ഇത്ര കൃത്യമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇത്ര കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കാൻ മുസ്ലിം ഗേൾസ് വിമൻസ് മൂവ്മെന്റ് പോലുള്ള ഈ ഒരു വനിതാ സംഘടനയല്ലാതെ ഇല്ല എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നാം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്, ധാരാളം മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുക്കുമൂലകളിലൊക്കെ ഈ സന്ദേശം, നമ്മുടെ ആദർശം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം നമുക്കെപ്പോഴും ഇതുപോലെ സാധിക്കുകയില്ല എന്നതാണ് മറ്റത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, നമ്മളിൽ എത്ര ആളുകളിലെ ഈ അടുത്ത ഒരു COVID-19 എന്ന മഹാമാരിയൊക്കെ വന്ന സമയത്ത് നമ്മുടെ കൂടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ആ ഒരു മഹാമാരിയൊക്കെ 1-2 വർഷം കഴിഞ്ഞ് അതില്ലാതായി നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ 2024 ജനുവരി മാസം എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എത്ര ആളുകളെ പടച്ച റബ്ബിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചുപോയി. അപ്പോൾ എന്നും നമുക്ക് ഇതിനൊക്കെ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്ക് ഈ ആരോഗ്യവും ഈ ആയുസ്സുമൊക്കെ എത്ര ദിവസമുണ്ട്? അതിനുള്ളിൽ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഈ ഉത്തരവാദിത്വം നാം നിർവഹിച്ചെങ്കിലേ നമുക്ക് നമ്മുടെ ഈ ഒരു ആദർശം, നമ്മുടെ ഈ വിശ്വാസം, നമ്മുടെ ഈ സന്ദേശം ഇനി ബാക്കിയുള്ള വരും തലമുറക്ക് നൽകാൻ ഒരുപാട് ആളുകൾ ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. അത്രയും വലിയൊരു തലമുറയെ വാർത്തെടുക്കേണ്ട ബാധ്യത വരെ പ്രിയമുള്ള മക്കളെ അത് നമ്മുടെ കയ്യിലാണ്. നോക്കൂ നിങ്ങളെ, നമ്മളിങ്ങനെ കേൾക്കൂലേ, രാവിലെ ഇങ്ങനെ കേൾക്കുകയാ ഇന്നാള് മരിച്ചോ, ആ മരിച്ച വീട്ടിൽ പോയാൽ നമ്മളിങ്ങനെ കേൾക്കും, എന്ത് നല്ല മനുഷ്യനാ, എത്ര നല്ല ആളാണ്, എന്ത് നല്ല ആരോഗ്യമാണ്, ഒരു രോഗവും ഉണ്ടായിട്ടില്ലല്ലോ. ഇങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച്, അവളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സഹോദരിയെ കുറിച്ച് നമ്മൾ ഒരുപാട് ഇങ്ങനെ കേൾക്കുകയാ. ഒരു രോഗവുമില്ല, എത്ര നല്ല മനുഷ്യൻ, എന്തൊക്കെ ആളുകൾക്ക് സഹായം ചെയ്യും, ആര് വിളിച്ചാലും എന്നും വെളിപ്പുറത്തുണ്ടല്ലോ. അങ്ങനെ എന്തെന്ത് കാര്യങ്ങൾ അവരെക്കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കും. എത്ര കേട്ടാലും എന്ത് പറഞ്ഞാലും പ്രിയമുള്ളവരെ 1, 2, 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും എല്ലാവരും പറയല്ലേ, മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുക, മയ്യത്ത് കുളിപ്പിക്കുക, ഇത്ര മണിക്കാണ് ഖബറടക്കം, ഇപ്പൊ അവരെ കൊണ്ടുപോകും. ഇങ്ങനെ വളരെ പെട്ടെന്ന്, അതായത് മരിച്ച വേഗതയേക്കാളും വേഗതയിലാണ് ഒരു മനുഷ്യനെ അടക്കം ചെയ്യുന്നതിനൊക്കെ വേണ്ടി കൊണ്ടുപോകുന്നത്. അത് നമ്മള് എന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ കൂട്ടത്തിൽ ഒരു ദിവസം ആരെക്കുറിച്ചും പറയും, നമ്മെക്കുറിച്ചും പറയൂലേ? അതെ. അപ്പോൾ നാം ഈ ലോകത്ത് എത്ര കാലം ജീവിച്ചോ, ഈ കാലത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ നൽകാൻ സാധിച്ചോ, അതെ, ആ ഒരു ചിന്തയും ആ ഒരു ഓർമ്മയും പ്രിയമുള്ളവരെ നമ്മെ ഇറങ്ങി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, കഫാ ബിൽ മൗതി വാഇദൻ യാ ഉമർ, കഫാ ബിൽ മൗതി വാഇദൻ യാ ഉമർ, ഉപദേശകനായി മരണം പോരെ ഉമറേ എന്ന് ചോദിക്കുകയാ. അതെ, അത് അദ്ദേഹത്തിന്റെ മോതിരത്തിന്മേൽ കുത്തിവെച്ചു എന്ന് വരെ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നിങ്ങനെ കാണുമ്പം അതെ, മരണം, ഞാൻ തിരിച്ചു പോകേണ്ടവളാണ് എന്നൊരു ഓർമ്മ. അതിനു മുമ്പ് എനിക്ക് പടച്ച റബ്ബ് തന്ന എൻ്റെ കഴിവ്, എൻ്റെ അറിവ്, എൻ്റെ ആയുസ്, ഈ പ്രസ്ഥാനം നമുക്ക് തന്ന വലിയൊരു പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തൊക്കെ പ്രവർത്തിക്കാനും പണിയെടുക്കാനും സാധിക്കും എന്നതാണ് നമ്മളെ ആലോചിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ പോയ സമയത്ത് ഒരു സ്വഹാബി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ,
അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഈ പ്രാർത്ഥന ഇങ്ങനെ ഒരു നിമിഷം അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് വല്ലാത്തൊരു വേറിട്ടൊരു പ്രാർത്ഥനയാണല്ലോ ഞാൻ കേൾക്കുന്നത്. അല്ലാ, നീ എന്നെ ന്യൂനപക്ഷം എന്ന് പറയാം, അഖല്ലീൻ ചെറുസംഘം എന്നൊക്കെ പറയാം. ഈ ഒരു ചെറുസംഘത്തിന്റെ കൂട്ടത്തിൽ നാഥ നീ എന്നെ ഉൾപ്പെടുത്തേണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുളെ. ഇന്ന് വരെ കേൾക്കാത്ത വല്ലാത്തൊരു വേറിട്ട പ്രാർത്ഥനയാണല്ലോ ഞാൻ കേൾക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ആ സഹോദരനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഇനിയൊരു കാലം വരും, അന്ന് അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വളരെ അപൂർവം ഉണ്ടാകുക, കുറച്ചാണ് ഉണ്ടാകുക. ഒരു ചെറു സംഘമാണ്, ഒരു ചെറു സംഘമേ അവർ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ ചെറു സംഘത്തിന്റെ കൂട്ടത്തിൽ നാഥ, ആ ചെറു സംഘത്തിന്റെ കൂട്ടത്തിൽ റബ്ബേ, ആ ഗ്രൂപ്പിൽ നാഥ നീ എന്നെ ഉൾപ്പെടുത്തേണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുളെ. ഒന്നോർത്തു നോക്കിയേ പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു നോക്കിയേ. സ്ത്രീയും പുരുഷനും ആ വിഷയത്തിൽ വരെ എനിക്ക് ആണിനെ പോലെയാവണം, ഞാൻ ആണായാൽ എന്താ എന്ന ഒരു ഫെമിനിസം ചിന്താഗതിയും ചോദ്യവും പരസ്പരം ഇങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് അധപ്പതിച്ചും തരം താണും പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ആ പ്രാർത്ഥനയുടെ പ്രസക്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ MGM പോലെയുള്ള സംഘടനയുടെ പ്രസക്തി അത് എത്ര വലുതാണ് എന്നതാണ് ഞാൻ എൻ്റെ സഹോദരിമാരുമായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോവും. നോക്കൂ നിങ്ങളെ, യൂറോപ്പ് മുതൽ സിന്ധു നദീ തീരം വരെ നേടിക്കുട്ടിയ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടേ. അലക്സാണ്ടർ ചക്രവർത്തി അവസാനം തൻ്റെ കൂടെയുള്ളവരോട് 3 ഉപദേശമാണ്, 3 ആവശ്യമാണ് പങ്കുവെച്ചത്. നോക്കൂ നിങ്ങൾ, അലക്സാണ്ടർ ചക്രവർത്തി പറയുകയാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ, കാരണം യൂറോപ്പ് മുതൽ സിന്ധു നദീ തീരം വരെ നേടിക്കൂട്ടി ഇഷ്ടം പോലെ, അത്രയും വലിയൊരു ചക്രവർത്തിയായിരുന്ന അദ്ദേഹം പറയുകയാണ്, ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഏറ്റവും വിദഗ്ധരിൽ വിദഗ്ധനായ, ഏറ്റവും നല്ല പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു ഡോക്ടർ എൻ്റെ അടുത്തുണ്ടാകണം. ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ പ്രജകൾ മുഴുവനും എൻ്റെ രാജകൊട്ടാരത്തിന്റെ ചുറ്റും എനിക്കുള്ള ലക്ഷക്കണക്കിന് പ്രജകളും ഭൃത്യന്മാരും എൻ്റെ രാജകൊട്ടാരത്തിന്റെ മുറ്റത്തുണ്ടായിരിക്കണം. ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് ശവപ്പെട്ടിയിൽ നിന്ന്, മയ്യത്ത് കട്ടിലിൽ നിന്ന് എൻ്റെ 2 കൈയും ഇങ്ങനെ എടുത്ത് പുറത്തേക്കിടണം കേട്ടോ. 3 ഉപദേശം കേട്ട സമയത്ത്, 3 ആവശ്യം കേട്ട സമയത്ത് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, പ്രഭോ എന്തിനാണ് ഇവരൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ജനങ്ങൾ അറിയണം, ഞാൻ മരിക്കുന്ന സമയത്ത് ഇത്രയും കഴിവുള്ള വിദഗ്ധനായ ഒരു ഡോക്ടർ എൻ്റെ അടുത്തുണ്ടായിട്ട് കൂടി എന്നെ, ഈ ചക്രവർത്തിയായ എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് ലോകജനത മുഴുവനും അറിയട്ടെ. എന്റെ ലക്ഷക്കണക്കിന് ഭൃത്യന്മാർ എനിക്ക് ചുറ്റും വന്നിരുന്നിട്ട് കൂടി എന്റെ ജീവനുമായി പോകുന്ന മലക്കുൽ മൗത്ത് ജീവൻ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങെത്താ എന്ന് പറഞ്ഞ് തട്ടിപ്പറിക്കാൻ, എന്നിട്ട് ആ ജീവൻ എനിക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ലോകജനത മുഴുവനും അറിയട്ടെ. കഴിഞ്ഞിട്ടില്ല. യൂറോപ്പ് മുതൽ സിന്ധു നദീ തീരം വരെ നേടിക്കൂട്ടിയ ഞാനിതാ വെറും കയ്യോടെയാണ് തിരിച്ചു പോയത് എന്ന്. വെറും കയ്യോടെ ഞാൻ ഒരുപാട് സമ്പാദിച്ചു, ഞാൻ ചക്രവർത്തിയാണ്, ഞാൻ വെറും കയ്യോടെയാണ് തിരിച്ചു പോയത് എന്ന് ജനങ്ങൾ മുഴുവനും അറിയട്ടെ. നോക്കൂ പ്രിയമുള്ളവരെ, നമുക്കൊന്നിനും സമയമില്ല അല്ലേ? ഖുർആൻ പഠിക്കാൻ സമയമില്ല, ക്ലാസ്സിൽ പോയി ഇരിക്കാൻ സമയമില്ല അല്ലേ? ഞങ്ങൾ കോഴ്സ്, ഞങ്ങളെ കാര്യങ്ങൾ, ഞങ്ങളെ വീട്, ഇങ്ങനെ ഞങ്ങളെ തിരക്കുകൾക്കിടയിൽ നമ്മളിങ്ങനെ അതിലൂടെ ജീവിക്കുമ്പോഴും നമ്മളൊരു ദിവസം തിരിച്ചു പോകുമ്പോൾ ഈ പ്രസ്ഥാനത്തിലൂടെ, ആദർശ പ്രസ്ഥാനത്തിലൂടെ പ്രിയമുള്ളവരെ, മൂലകളിൽ മുഴുവൻ ആളുകൾക്കും, നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത ഒരു കണ്ണി ഞാനായിട്ട്, ഒരു കണ്ണി അത് ഞാനായിരിക്കണം എന്ന നിലയിൽ നമുക്കൊറ്റക്കെട്ടായി പടച്ചറപ്പിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ഒന്നുകൂടി ഞാൻ പറയട്ടെ,
നേരത്തെ രാവിലെ ക്ലാസ് എടുത്ത് തുടക്കം മുതൽ നമ്മൾ കേൾക്കുകയാണല്ലേ, മറിയം ബീവി അലൈഹിസ്സലാം, ഹജറ ബീവിനെ കുറിച്ച് കേൾക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ആരാണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കേവലം 10 വർഷം ജീവിച്ചിട്ട്, 10 വർഷം ജീവിച്ചിട്ട് 100 വർഷം ജീവിച്ചാൽ നേടുന്ന അറിവും, അതും 18 വയസ്സിനുള്ളിൽ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 വർഷം ജീവിച്ച ജീവിതം, 100 വർഷം ഒരു മനുഷ്യൻ ജീവിച്ചാൽ നേടാൻ പറ്റുന്ന അറിവ് നേടിക്കൊണ്ട് 49 വർഷവും പ്രിയമുള്ളവരെ വിധവയായി ജീവിച്ചോ. എന്നിട്ടോ ആയിഷ റളിയല്ലാഹു അൻഹാക്കുള്ള അറിവുണ്ടല്ലോ, അത്രയും അറിവുള്ള ഒരാൾ ഇന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഉമ്മുൽ മുഅ്മിനാത്ത് ആയിഷ റളിയല്ലാഹു അൻഹ. ഖുർആൻ, ഹദീസ്, കവിത, വൈദ്യം, അങ്ങനെ എന്താണോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നേടാനുള്ള എല്ലാം നേടിയിട്ട് മതപരവും ഗാർഹികവും സാമൂഹികവും സാംസ്കാരികവും ജനസേവന കർമ്മങ്ങൾ, അങ്ങനെ എല്ലാ മേഖലയിലും ഇത്രമാത്രം മികവാർന്ന എന്തും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള, മാത്രമല്ല പ്രിയമുള്ള മക്കളെ, സഹോദരിമാരെ, സ്വഹാബ പുരുഷന്മാർ വരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് ചോദിച്ചു പഠിക്കാറുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉയരാൻ പറ്റുന്ന പരമാവധി പ്രിയമുള്ളവരെ, ഉയരാനും നേടാനും പ്രവർത്തിക്കാനും കഴിവുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ആ ഒരു ബോധ്യമുണ്ടല്ലോ പ്രിയമുള്ളവരെ. ആ ബോധ്യമൊക്കെ നമ്മൾ ഉണ്ടായിട്ടും തിരിയാത്ത പോലെ, ഫുൾ സ്റ്റേഷൻ വരെ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്ന് പറയാറുണ്ട്. മാലാഖമാർ ചവിട്ടുന്നിടത്ത് വിഡ്ഢികൾ ഇങ്ങനെ ചാടിക്കയറുന്നേ, അതുപോലെ നമ്മളിങ്ങനെ ചാടിക്കയറാണ്. കണ്ടിടത്തും കെട്ടിടത്തും അവരങ്ങനെയല്ലേ, കൂട്ടം കൂളികളായിട്ട് അവരങ്ങനല്ലേ, പിന്നെ എനിക്കിങ്ങനെ ആയാൽ എന്താണ് എന്നിങ്ങനെ ചിന്തിച്ച് ഉയർന്നുയർന്നു പോകുന്നതിന് പകരം അതപ്പതിച്ച് ഒന്നുമല്ലാതാകുന്ന നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീ മോശമായി കഴിഞ്ഞാൽ, പ്രിയമുള്ള മക്കളെ, പ്രിയമുള്ളവരെ, there is not worse evil than a bad woman and ever been produced better than a good one. ഒരു പെണ്ണുങ്ങാനും ചീത്തയായി പോയെങ്കിലുണ്ടല്ലോ, അതിനേക്കാൾ സംസ്കാരം കെട്ട, വൃത്തികെട്ട, ചീത്തയായ മറ്റൊന്ന് ലോകത്തില്ല. and ever been produced better than a good one. ഒരു പെണ്ണുങ്ങാനും നന്നായി പോയെങ്കിലുണ്ടല്ലോ, ഒരു പെണ്ണുങ്ങാനും തിരിച്ചറിവുള്ളവളായി പോയെങ്കിലുണ്ടല്ലോ, അതിനേക്കാൾ നല്ലതായ മറ്റൊന്നില്ല. അപ്പോഴാണ് ഒരു സ്ത്രീ നന്നായാൽ മതി. ഒരു സ്ത്രീ നന്നായാൽ കുടുംബവും സമൂഹവും നമ്മുടെ നാടും ഒക്കെ നന്നാവും. അതോടൊപ്പം ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും ആകമാനം പാരത്രിക മോക്ഷം നേടിക്കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം വീടുകളിലും കുടുംബത്തിലും അതുവഴി സമൂഹത്തിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് KNM വലിയ ഒരു ശ്രേഷ്ഠ സമൂഹം, ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2024 ജനുവരി മാസം മുതൽ 2024 മെയ് മാസം വരെയുള്ള 5 മാസത്തെ ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ ഓരോ MGM ശാഖകളും അയൽക്കൂട്ടങ്ങളായി കുടുംബയോഗങ്ങളായി സെമിനാറുകളായി എല്ലാവരും അവരവരുടെ ശാഖകളിൽ പ്രവർത്തനം തുടങ്ങാൻ KNM ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നും നാം പ്രവർത്തന പാതയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് കുതിക്കുന്ന ആളുകളായി സജീവരായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ നാം ഏവരും ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും ഇതിൻ്റെ MGMൻ്റെ ആളുകളായി അംഗങ്ങളായി ഞാൻ വിചാരിച്ച് നിർത്താൻ കള്ളാസില്ല, അതുകൊണ്ട് എനിക്ക് തരണ്ട, ഞാൻ നിർത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ MGMന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ നാളെ മരിച്ചു പോകുമ്പോൾ നമുക്ക് ചുറ്റും കുറേ ചപ്പ് ചവറുകളെ അടിച്ചു വാരിക്കൂട്ടി അല്ലേ, എന്നിട്ടൊരു പെന്നിൻ്റെ വലുപ്പത്തിലുള്ള ഒരു കമ്പിനിങ്ങനെ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ട് കത്തിക്കും. എന്നിട്ട് നമ്മളൊരു ഏറങ്ങ് കൊടുക്കും. നമ്മൾ കത്തിച്ചെറിഞ്ഞ ആ പെന്നിന്റെ വലുപ്പത്തിലുള്ള കമ്പ് ആ അടിച്ചു വാരി കൂട്ടിയ ചപ്പ് ചവറുകൾക്കിടയിൽ പോയി അതവിടുന്ന് കത്തുകയാണ്. നമ്മളെറിഞ്ഞ കമ്പാണ് ആദ്യം കത്തിത്തീരുന്നത്.
പിന്നെ ഇത് മുഴുവനും കത്തി 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 അത് വലിയ ശോഭയായി ജ്വലിച്ച് ജ്വലിച്ച് ഇന്നിങ്ങനെ ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്നു. നാം MGM-ലൂടെ ഈ ദുനിയാവിലെ നമ്മൾ മരിച്ച് ഖബറിൽ ഇങ്ങനെ നിരുമ്പി ജീർണിച്ച് എല്ലുകളായി അവിടെ കിടക്കുമ്പോഴും പ്രിയമുള്ളവരെ, സമ്മിറ്റുകൾ, ശാഖാസംഗമങ്ങള്, സമ്മേളനങ്ങള്, ഓരോ പേരുകളിൽ, സിംബോസിയം, സെമിനാറുകള്, ഇങ്ങനെ പല പേരുകളിൽ കേരളത്തിലുടനീളം അങ്ങ് മംഗലാപുരത്തിന്റെ ബോർഡർ മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തിന്റെ ബോർഡർ വരെ, അങ്ങ് തമിഴ്നാടിന്റെ ബോർഡർ മുതൽ അങ്ങനെ എല്ലായിടത്തും MGM എന്ന് പറഞ്ഞിങ്ങനെ പ്രവർത്തിക്കുമ്പം നമ്മൾ ഈ ഖബറിന്റെ ഉള്ളിൽ ഓക്സിജൻ കടക്കാത്ത ഖബറിലെ തലയോട്ടി അതിങ്ങനെ പുഴുത്തുന്നൊന്നുമല്ലാത്ത അവസ്ഥയിൽ അവിടെ കിടക്കുമ്പോഴും നാം ഈ പ്രവർത്തിച്ചത് ജ്വാലയായി ശോഭയായി അത് നമ്മുടെ ഖബറുകളിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന രൂപത്തിൽ പ്രിയമുള്ളവരെ ഒറ്റക്കെട്ടായി റബ്ബിന്റെ പാർശ്വം മുറുകെ പിടിച്ചുകൊണ്ട് വേറൊന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹു തന്ന ആയുസ് എന്ന് തീർന്നാലും നാഥ അതിനുള്ളിൽ സ്വർഗത്തിന്റെ അവകാശിയായി മരിച്ചു പോകാൻ നാഥ നീ നമ്മെ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ നമ്മുടെ 2 പ്രിയങ്കരികൾ MGM-കാരുടെ വലങ്കൈകളായി പ്രവർത്തിച്ച 2 സഹോദരിമാർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് നമ്മുടെ പ്രസിഡന്റ് ഒരു ചെറിയ എഴുത്തുമായി എൻ്റെ അടുത്തേക്ക് വന്നത്. ഒന്ന്, വയനാട്ട് ജില്ലയിലുള്ള MGM-ന്റെ എക്സിക്യൂട്ടീവ് അംഗമായ MGM-ന്റെ എല്ലാം എൻ്റെ സ്വന്തം എന്ന് പറയണം. സുബൈത്ത എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെയാ. MGM-ൽ ഇങ്ങനെ പറയാൻ വാക്കില്ല പ്രിയമുള്ളവരെ. അടുത്ത ആഴ്ച MGM-ന്റെ സ്റ്റേറ്റ് കൗൺസിലാണല്ലോ ടീച്ചറെ. ഞാൻ വയനാട്ടിൽ നിന്ന് ടീച്ചറെ വീട്ടിൽ വന്നിട്ട് ടീച്ചർ കൂടെ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലുള്ള സുബൈത്ത ഒന്നുകൂടി ശക്തിയായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി എവിടത്തേക്ക് വരും? വയനാട്ടിൽ നിന്ന് കണ്ണൂരേക്ക് വരും. കണ്ണൂർ ജില്ലയിൽ നിന്ന് എൻ്റെ വണ്ടിയിൽ മലപ്പുറത്തേക്ക് വരും, തൃശ്ശൂരേക്ക് വരും, എവിടെയാണോ പരിപാടി അവിടെ ഒക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. ആ സുബൈത്ത രാത്രി കിടന്നു, ഒരു ക്ഷീണം, മരണം. നാഥ നീ മഗ്ഫിറത്തും റഹ്മത്തും. നോക്കൂ പ്രിയമുള്ളവരെ, ഇന്ന് ഖബറിലാണ്. ഇന്ന് മരിച്ച് ഖബറിലാണെങ്കിലും നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുകയാണ് MGM-ലൂടെ. അതുപോലെ കോഴിക്കോട് സൗത്ത് ജില്ലയിലുള്ള നമ്മുടെ എല്ലാവരുടെയും കരളിൻ്റെ കഷ്ണമായ ബിച്ചുത്താത്ത എവിടെയും ഓടിയെത്തുന്ന, എന്നും പുഞ്ചിരിച്ചുകൊണ്ട് MGM-കാരെയും നമ്മെ പോലുള്ള ആളുകളെ കാണുമ്പോൾ ഇങ്ങനെ ഹൃദയത്തോടും മനസ്സോടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് മുത്തിയിട്ട് പറയാനൊന്നേ ഉള്ളൂ MGM, പറയാനൊന്നേ ഉള്ളൂ MGM. അങ്ങനെയുള്ള ബിച്ചുത്താത്ത കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് ഒരു തലവേദന, ഒരു സ്ട്രോക്ക്, ഒരു വെന്റിലേറ്റർ, മരണം. ഇത്രയുള്ളൂ മക്കളെ. അള്ളാഹു നമുക്കേവർക്കും ആഫിയത്തുള്ള ആയുസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ നമ്മുടെ പ്രിയങ്കരികളായ ഈ 2 സഹോദരിമാരും അതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നാഥ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസ് നൽകി അവരെയും നമ്മയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, എന്നും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കർമ്മങ്ങളും നീ സ്വീകരിക്കുക തമ്പുരാനെ. അതുപോലെ നമ്മൾ MGM-ന്റെ സംസ്ഥാന സമിതി ഒരു സമ്മിറ്റ് നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനി നടത്തേണ്ടത് KNM-ന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇടങ്കയും വലങ്കയും എന്നല്ല, നമ്മുടെ കൂടെ സംസ്ഥാന സമിതിയിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെയും മലപ്പുറം വെസ്റ്റ് ജില്ലയിലെയും പ്രിയങ്കരികളായ നമ്മുടെ സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുന്നതിന് മുമ്പേ എന്ന പോലെ അത് ഏറ്റെടുത്ത് ഇന്ന് വന്ന മുഴുവൻ ആളുകൾക്കുമുള്ള എല്ലാ ഭക്ഷണ സൗകര്യവും A to Z എല്ലാം അവർ കണ്ടെത്തിയ ഫണ്ടിൽ നിന്ന് ചിലവഴിക്കാൻ തയ്യാറായി ഇതിന് നേതൃത്വം നൽകിയ എൻ്റെ 2 മലപ്പുറം വെസ്റ്റ് ജില്ലയിലെയും മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെയും പ്രിയങ്കരികളായ ആദരണീയരായിട്ടുള്ള MGM-ന്റെ സഹപ്രവർത്തകർക്കും നാഥ എല്ലാവിധ അനുഗ്രഹവും ആഫിയത്തുള്ള ആയുസ്സും നൽകി ഇതിനൊക്കെ നീ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതുപോലെ KNM-ന്റെ ജില്ലാ സാരഥികൾ, ഈസ്റ്റ് ജില്ലയിലെയും വെസ്റ്റ് ജില്ലയിലെയും KNM-ന്റെ ജില്ലാ നേതാക്കൾ തീരുമാനിച്ച് അന്നു മുതൽ നമ്മൾ വരണ്ടേ, ആള് കാണണ്ടേ, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ അന്ന് രാവിലെ എത്തിയാൽ മതി,
നമ്മളെല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞ് നമുക്കെല്ലാം സപ്പോർട്ട് നൽകിയ നാഥ, നമ്മുടെ KNM-ന്റെ സ്റ്റേറ്റ് തലം മുതൽ ശാഖാതലം വരെയുള്ള നമ്മുടെ നേതാക്കൾക്കൊക്കെ റഹ്മാനായ റബ്ബേ ആഫിയത്തുള്ള ആയുസ് നൽകുക റബ്ബേ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നീ തക്കതായ പ്രതിഫലം നൽകണേ നാഥ. ഇതിനു വേണ്ടി 100 രൂപ ചാലഞ്ച് വെച്ചിട്ട് ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ച ഒരുപാട് സഹോദരിമാരുണ്ട് നാഥ. എല്ലാവർക്കും നീ സമ്പത്തിൽ ബർക്കത്ത് നൽകുക നാഥ. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കുക നാഥ. അതുപോലെ ഇന്ന് ഇതിൻ്റെ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ നന്ദി ഐഷ ചെറുമുക്ക് പറയും. എന്നാലും ഇതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇതിൻ്റെ വളണ്ടിയേഴ്സ് മാഷാ അല്ലാ, അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ മക്കൾ മാഷാ അല്ലാ, എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് പ്രഭാതം മുതൽ നമുക്കിവിടെ തുടങ്ങി വെച്ച, അതായത് നമ്മുടെ റെക്കോർഡിംഗ് എല്ലാം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ കൂടിയ ഒരുപാട് ഉള്ളിലും അകത്തും പുറത്തുമായി ഒരുമിച്ച് കൂടിയ ആളുകൾക്കപ്പുറം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ടൈം ടു ടൈമായി ഇത് എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ MSM-ന്റെ ഡിജിറ്റൽ ഹബ്ബ് ടീം മാഷാ അല്ലാ, എന്നും MGM-നോടൊപ്പം എന്നല്ല, KNM ആവട്ടെ ISM ആവട്ടെ, നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിൻ്റെ പിന്നിലും ഇത് സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കുന്ന എന്നും അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് എപ്പോഴും ആർക്കും എവിടെ നിന്നും കാണാനും പഠിക്കാനും പറ്റുന്ന സൗകര്യങ്ങളെ നമുക്ക് തയ്യാർ ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മുടെ MSM-ന്റെ ഡിജിറ്റൽ ഹബ്ബ് ടീമിനും എല്ലാവിധ പടച്ച റബ്ബേ എല്ലാവിധ അനുഗ്രഹവും അതോടൊപ്പം MGM സംസ്ഥാന സമിതിയുടെ ഹൃദയം തൊട്ട് എല്ലാവിധ നന്ദിയും കടപ്പാടും അവരോട് അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനെത്തി എല്ലാവരെയും ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നാഥ, നീ നമ്മെ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്ക റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വർഹംനാ വർളി അന്നാ വതഖബ്ബൽ മിന്നാ വഅദ്ഖിൽനൽ ജന്ന വനജ്ജിനാ മിനൻ നാർ യാ റബ്ബൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.